പ്രോഗ്രാമിലേക്ക് രാവിലത്തെ കുട്ടി വ്ളോഗാണ് ഇടുന്നത്. രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വെച്ചാണ് വീഡിയോ ഇടുന്നത്. ഞാനിപ്പോൾ എഴുന്നേറ്റു ചായ കുടിക്കാൻ പോകും. ഷെയാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഷെയാൻ ചായ കുടിക്കാൻ പോണ്. ചായയല്ല, പാലും ബൂസ്റ്റുമാണ് ഷെയാൻ കുടിക്കുന്നത് അല്ലേ. ഇതാണ് ഷെയാൻ്റെ എനർജി. കാല് തട്ടല്ലേ, കാല് തട്ടല്ലേ, പാല് പോവും. ചാനൽ മാറ്റല്ലേ? അച്ഛനാ ഹായ്. റിമോട്ട് തരുമോ? റിമോട്ട് തരുമോ? എന്താ പാട്ട് വെക്കട്ടെ? പോടാ. ഷെയാൻ എഴുന്നേറ്റാൽ കാർട്ടൂൺ കണ്ടുകൊണ്ട് ചായ കുടി അല്ലേടാ? ഒരു ഹായ് പറഞ്ഞേ. മുട്ടക്കറിയാണ്. മുട്ടക്കറി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കറിയാണ്. ഇത് എല്ലാവരും എനിക്ക് തോന്നുന്നത് എറണാകുളം ഭാഗത്ത് കൂടുതൽ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് ഉള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി പച്ചമുളക്, ഇത്രയാണ് നമുക്ക് ആവശ്യം. വേപ്പില, അതുപോലെ മല്ലിച്ചീര ഉണ്ടെങ്കിൽ അതും ചേർക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ദൂരെ യാത്ര പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുട്ടയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വെളിച്ചെണ്ണയിൽ നമ്മൾ ഗ്രേവി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ലാസ്റ്റ് ഇടുന്നത്, പെട്ടെന്ന് ഇട്ടുപോയി. ഇനി മല്ലിപ്പൊടി, ഇനി മസാലപ്പൊടി ഇടണം. മതി. ഇതൊന്ന് ഇതിൻ്റെ പൊടിയുടെ ആ ഒരു ഇത് പോകുന്നത് ഇളക്കിയിട്ട് പെട്ടെന്ന് അടി പിടിക്കാത്ത നോക്കണം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പിടുക. തിളച്ച് വരുമ്പം മുട്ട പൊട്ടിച്ച് കഴിക്കുക. എത്ര മുട്ടയാണോ ഉള്ളത് അത് പൊട്ടിച്ച് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തിളച്ചിട്ടില്ല. ഇതിൽ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ.
കറണ്ട് പോയിരിക്കുകയാണ്, അവിടെ വെട്ടമില്ലാത്തത്. നല്ല മഴയാണ് വെളിയിൽ, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ചിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം, ഒന്ന് മറിച്ചിടണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടുക. തിളച്ച് വരുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എറണാകുളംകാരുടെ ഒരു സ്പെഷ്യലാണ്. എറണാകുളത്താണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞു വന്നാൽ ഞാനൊരു എറണാകുളത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ വാപ്പിയുടെ വീട് എറണാകുളമാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്തെ കുറച്ച് റെസിപ്പീസൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. ചപ്പാത്തി, പുട്ട് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി ഷയാനെ പള്ളി വിടുക, സ്കൂളിൽ വിടുക എന്നൊരു പരിപാടിയാണ്. സ്കൂളല്ല, നേഴ്സറിയിൽ കൊച്ചിനെ അടുത്ത ജോലി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജോലികളുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഷയാനെ പള്ളി വിടണം, സ്കൂളിൽ വിടണം. സ്കൂളിലല്ല, നേഴ്സറിയിൽ വിടുന്നുണ്ട് അക്ഷരം പഠിക്കാനായിട്ട്. അപ്പോൾ അതിന് പറഞ്ഞു തുടങ്ങി, അതിനുള്ള പരിപാടീസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു.